പെട്രോളിനും ഡീസലിനും വില കൂടും. രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയും ഉയർത്താനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ തലത്തിൽ സജീവമാവുകയാണ്. ഇന്ധനവില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി പൊതുമേഖലാ എണ്ണ കമ്പനികൾ കേന്ദ്ര സർക്കാരിന് മേൽ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ്. നിലവിലെ വില നിലവാരത്തിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നും എണ്ണ കമ്പനികൾ സർക്കാരിനെ അറിയിച്ചു. ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഒരാഴ്ചയ്ക്കകം ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ധന ഇറക്കുമതിയിലുണ്ടായ ഇടിവാണ് നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഇന്ധന ഇറക്കുമതിയിൽ കഴിഞ്ഞ 2 മാസത്തിനിടെ 18% കുറവുണ്ടായതായി പെട്രോളിയം മന്ത്രാലയം വിലയിരുത്തുന്നു. സ്റ്റോക്കുകളിൽ വലിയ കുറവ് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 4 മുതൽ 5 രൂപ വരെ വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. ഇന്ധന പ്രതിസന്ധിയെ തുടർന്ന് എയർ ഇന്ത്യ ഇതിനോടകം തന്നെ തങ്ങളുടെ ചില അന്താരാഷ്ട്ര സർവീസുകൾ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. പെട്രോളിനും ഡീസലിനും പുറമെ ഗാർഹിക ആവശ്യത്തിനുള്ള LPG സിലിണ്ടറുകളുടെ വിലയും വർദ്ധിപ്പിക്കാൻ നീക്കമുണ്ട്. 14 കിലോ വരുന്ന ഗാർഹിക സിലിണ്ടറുകളുടെ വില ഉയർത്തണമെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അടക്കമുള്ള കമ്പനികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ 993 രൂപയുടെ വർധനവ് വരുത്തിയത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കൂടി പരിഗണിച്ച് അതീവ ജാഗ്രതയോടെ ആയിരിക്കും മന്ത്രാലയങ്ങൾ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുക. ഇന്ധനവിലയും ഗാർഹിക സിലിണ്ടർ വിലയും ഒരുമിച്ച് വർദ്ധിക്കുന്നത് സാധാരണക്കാരന്റെ ജീവിതത്തെ സാരമായി ബാധിക്കും.